മുംബൈ വേഴ്സസ് ഗുജറാത്ത് എലിമിനേറ്റർ. ഇതിൽ ജയിക്കുന്ന ടീം ക്വാളിഫയർ 2 കളിക്കും പഞ്ചാബിൻ്റെ കൂടെയായിട്ട്. അപ്പം മുംബൈക്ക് തന്നെയാണ് ബാക്കിയുള്ള ക്രിക്കറ്റ് വിദഗ്ധന്മാർ മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷേ വരുന്ന രേഖകൾ പ്രകാരം മുംബൈയുടെ ചാൻസിനേക്കാൾ ഗുജറാത്തിനാണ് ചാൻസ് കൂടുതൽ പറയുന്നത്. കാരണം അവിടുന്ന് ജോർജ് ബട്ട്ലർ എന്ന് പറഞ്ഞ ഒരു തുറുപ്പുചീട്ട് പോയതിന് പകരമായിട്ട് മറ്റാരെയും എടുത്തു. പക്ഷേ അതുപോലെ അല്ല, മുംബൈയുടെ 3 തുറുപ്പുചീട്ടുകളും പോയിട്ടുണ്ട്. വിൽ ജാക്സന് പകരമായിട്ട് അസ്ലങ്ക് എടുത്തു. വിൽ ജാക്സന് പകരക്കാരനായിട്ട് ഒരിക്കലും അസ്ലങ്ക് നടക്കത്തവർ. പക്ഷേ റിക്വറ്റിന് പകരമായിട്ട് ജോണി ബൈസ്റ്റോ എടുത്തത് നല്ലൊരു ചോയ്സാണ്. എന്നിരുന്നാലും വേറൊരു ബോളറെ എടുത്തു. മറ്റതുപോലെ ആവില്ല. ഗുജറാത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ടോപ്പ് 3 ആണ് അവരുടെ മെയിൻ തുറുപ്പുചീട്ട്. കാരണം മിഡിൽ ഓർഡർ ഒരിക്കലും കളിക്കുന്നില്ല. അവിടെ റുദർഫോർഡ് മാത്രമേ കളിക്കുന്നുള്ളൂ. അവരെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ ഈ വരുന്ന കളിയിൽ എല്ലാവരും റാഷിദ് ഖാൻ ഉൾപ്പെടെ നല്ല ഫോമിൽ കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനുവേണ്ടിയാണ് കളിക്കാതിരിക്കുന്നത് എന്നാണ് പല രേഖകളും പുറത്തു വരുന്നത്. എന്നിരുന്നാലും ജോസ് ബട്ട്ലറിന് പകരമായിട്ട് എടുത്തിരിക്കുന്ന കുശാൽ മെൻഡിസ് ഒരിക്കലും ബട്ട്ലറിന് പകരക്കാരനാവില്ല. വരുന്ന രേഖകൾ പ്രകാരം 48% മുംബൈ ഇന്ത്യൻസിനും 52% ഗുജറാത്ത് ടൈറ്റൻസിനാണ് പറയുന്നത്. ഇത് മാറാതിരിക്കും.